ലൈഫിൽ ആദ്യത്തെ സ്പാ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്ഥലത്ത് നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. കാരണം സ്പായ്ക്ക് പോയിട്ട് അവിടെ നിന്ന് പേടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗ്രാൻഡ് ഹയത്തിലോട്ടാണ് പോയത്. കാരണം ഞങ്ങൾക്ക് അവിടുത്തെ ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു. ആ കൂപ്പൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 50% ഓഫ് കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയത് കേട്ടോ. പിന്നെ ഇത് അവിടെ എത്തിയിട്ടുള്ള ആ സ്പാ ഉള്ള സ്ഥലത്തെ ആംബിയൻസ് ആണ്. അവർ നമുക്ക് ആദ്യം ജിഞ്ചർ ഷോട്ട് കുടിക്കാൻ തരും. പിന്നെ നമ്മളെ കൊണ്ടൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിപ്പിക്കും കേട്ടോ. ഇതുകൊണ്ട് ഇങ്ങനെ മറ്റേ യൂഷ്വലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു എഗ്രിമെൻറ്റിൽ നമ്മൾ സൈൻ ചെയ്യുമല്ലോ, എന്ത് സംഭവിച്ചാലും അവർ ഉത്തരവാദികളല്ല എന്നുള്ളൊരു സാധനം. അപ്പോൾ നമ്മളതൊക്കെ സൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഞങ്ങളെ രണ്ടുപേരും രണ്ട് വഴിക്കാണ് കൊണ്ടുപോയത് കേട്ടോ. ഇത് ഞങ്ങൾക്കല്ല, ഇത് എനിക്ക് തന്ന കബോർഡാണ് ചേഞ്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സ് വെക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഇൻഡിവിജ്വലി ആണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് കേട്ടോ. ആദ്യം സോന, സ്റ്റീം ഇതൊക്കെ ചെയ്യാനായിട്ട് ഇൻഡിവിജ്വലി കൊണ്ട് ഒരു 5-10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണിക്കുള്ളൂ. ഇപ്പോഴാണ് ഞാൻ മഞ്ജത്തിനെ കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കൊണ്ടുപോകുന്നത് കപ്പിൾ മസാജ് റൂമിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ, അതുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ റൂം. നല്ല ഭംഗിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. 2 ടേബിൾസ് ഉണ്ടായിരുന്നു, മറ്റേ ആ സ്വാനൊക്കെ ഉണ്ടായിരുന്നു, കാൻഡിൽ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. പിന്നെ പുറത്തിറങ്ങിയ ഇതേപോലെ 2 ചെയർസ് ഉണ്ട് നമുക്ക് കാല് വൃത്തിയാക്കാനായിട്ട്. മറ്റേ അരളിപ്പൂവൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊരു ന്യൂ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല റിലാക്സിങ് ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, ഞാനിങ്ങനെ ഉറങ്ങിപ്പോയിട്ടോ. കാരണം അത്ര റിലാക്സിങ് ആയിരുന്നു. ശരിക്കും ഞാൻ അവിടെ നിന്ന് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി. പിന്നെ ഇത് ഗസ്റ്റ് റൂമാണ്, ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഇത് കപ്പിൾ സ്പാ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും വീണ്ടും 2 വഴിക്കാണ് പോകുന്നത്. എന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവിടെ വേറെയും കുറച്ച് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് ഗസ്റ്റ് റൂമിൽ വന്നിരിക്കാം. മറ്റേ പാർട്ട്ണറിനെ വെയിറ്റ് ചെയ്തിട്ട്, മറ്റേ പാർട്ട്ണറല്ല മഞ്ജത്തിനെ വെയിറ്റ് ചെയ്തിട്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അവരിങ്ങനെ ഹെർബൽ ടീ ഒക്കെ കൊണ്ടുവന്ന് തന്നു. ഹെർബൽ ടീ, ഹണി, കുറച്ച് കാഷ്യൂ, ബദാം ഇതൊക്കെ കൊണ്ടുവന്ന് തന്നു. അപ്പം ഞാനവിടെ ഹെർബൽ ടീ ഒക്കെ കുടിച്ച് അവിടെ മഞ്ജത്തിനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം കൂടെ ഇരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിത്ത് വന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ അവിടെ നിന്ന്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇനിയും ഒരു പ്രാവശ്യം കൂടെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അത് തായ്ലൻഡിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. കാരണം സ്പാ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തായ്ലൻഡായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഈ കൂപ്പൺ ഉള്ളതുകൊണ്ട് മാത്രം ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി സ്പാ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഒരു 2-3 മണിക്കൂർ എടുത്തു ടോട്ടൽ സമയം കേട്ടോ. ഒരു 3 hours ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി തിരിച്ച് എത്തുമ്പോൾ തന്നെ ഒരു 3 hours ആയി. 120 minutes 100 minutes എന്തോ ആണ് സ്പാ ടൈം ഉള്ളത്. പക്ഷെ അങ്ങനെ സ്പെസിഫിക് ടൈം ഇത്ര ടൈം അങ്ങനെയല്ല കേട്ടോ. അവർ നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്യും, അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. ഓരോ ഇത് കഴിയുമ്പോൾ നമുക്ക് 15 minutes ചെയ്യാം, അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് തരും കേട്ടോ. സ്പാ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കാറിൽ കയറിയിട്ട് സോങ് ഒക്കെ ഇട്ടപ്പോഴാണ് കേട്ടോ ഈ പാട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നിങ്ങൾ കേട്ടോ കേട്ടോ. നമുക്ക് അറിയാവുന്ന ഏത് പാട്ടാണ് ഇതെന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യും. തുമ്പക്കുടത്തിൽ തുഞ്ചത്തായു ഞാലിടാം തുമ്പക്കുടത്തിൽ
എന്താണ് ഗൈസ്, നിങ്ങൾക്ക് എന്താണ് ഈ പാട്ടിനെ പറ്റി അഭിപ്രായം? നിനക്ക് എന്താ അഭിപ്രായം? ഇത് കോപ്പിയുടെ ആണോ അതോ റീമേക്ക് ആണോ, എന്താ സംഭവം? തുമ്പി വാ. ഓ അങ്ങനെ, തുമ്പി വാ ആയിരിക്കും ആദ്യം ഇറങ്ങിയതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കും അറിയില്ല.